ഹായ് ഹലോ. ഡബിൾ ഡെക്കർ ബീഡ് ബ്രേസ്ലെറ്റ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം ഇങ്ങനത്തെ 0.5 ഒരു വയറെടുക്കുക. പിന്നെ ഇങ്ങനത്തെ ഒരു ഫിഷ് ഹുക്ക് എടുത്തിട്ട് ആദ്യമായിട്ട് ഇതിൻ്റെ അകത്ത് ഇതിനെ കയറ്റി ഒരു കെട്ടണം. യെസ്, ഇങ്ങനെ. ഇങ്ങനെ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യണം. ഒന്ന് കൈവിട്ട് പോയാൽ എല്ലാം വെളിയിൽ പോകും. അതുകൊണ്ട് ഇങ്ങനെ കയറ്റിയിട്ട് എന്നിട്ട് ഒരു ഊരിപ്പോവാതിരിക്കാനായിട്ട് ഒരു കെട്ടണം. യെസ്, ഒന്ന് സൂക്ഷിക്കുക. എല്ലാം വർക്ക് ചെയ്യുന്നു എന്ന് ശ്രദ്ധിച്ചിട്ട് വേണം കെട്ടേണ്ടത്. യെസ്, ഇങ്ങനെ പിടിച്ചിട്ട് ഒന്ന് ഇതും കൂടെ കറക്കി ഓവർ ദ ഫിംഗർ അണ്ടർ ദി ലൂപ്പ് എന്ന രീതിയിൽ എടുത്ത് അതിനെ ടൈറ്റ് ചെയ്യുക. പരമാവധി ഫിഷ് ക്ലാസ്പിന്റെ അടുത്തേക്ക് കെട്ടിയ ചുരുട്ട് കൊണ്ടുവരാൻ നോക്കുക. അതെ, ഇനി ഇതിലോട്ട് മുത്ത് കോർക്കണം. ഞാൻ എടുത്തിരിക്കുന്നത് പച്ച മുത്തും മറൂൺ കളർ മുത്തുമാണ്. അതിൻ്റെ കോൺട്രാസ്റ്റ് നന്നായിരിക്കും. എടുത്തിട്ട് ഒരു ഫിഷ് ഹുക്കിൽ 2 വീതം നിങ്ങൾ കണക്ട് ചെയ്യണം. 1 അല്ല 2. അപ്പോഴേ ഡബിൾ ഡെക്കർ വരുമ്പോൾ കാണാൻ നല്ല രസം ഉണ്ടാവുള്ളൂ. ഒരെണ്ണം കോർത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്തതെടുത്ത് കോർത്ത് ഇതിൻ്റെ കൂടെ ഒരെണ്ണം കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ടതാണ്. യെസ്, വീണ്ടും ഒരെണ്ണം എടുക്കുന്നു. യെസ്, കോർക്കാൻ ഇത്തിരി പാടാണ്. ക്യാമറ റെക്കോർഡിങ്ങുമായിട്ട് കോർക്കാൻ ഭയങ്കര പാടാണ്. ഇറ്റ് ഈസ് എ ക്വൈറ്റ് എ ഡിഫിക്കൽട്ട് ജോബ്. യെസ്, പരമാവധി നമ്മൾ എടുത്തിരിക്കുന്നു. അപ്പം വലിച്ച് അടുത്ത് കൊണ്ടുവരണം. യെസ്, ഇങ്ങനെ ഒരു സൈഡിലും മറ്റു സൈഡിലും 2 കെട്ടിയിട്ട് ഇനി ഇതിനെ ക്രോസ് ചെയ്ത് പിടിച്ച് നമുക്ക് നടുക്ക് മറൂൺ കളർ മുത്ത് വയ്ക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. സോ ഒരു വശത്ത് കൂടി ഒരു ത്രെഡിനെ ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്യാൻ ഇത്തിരി പാടായിരിക്കും, ക്യാമറയും കൂടെ ഉള്ളത് കൊണ്ട് നോക്കി സൂക്ഷിച്ച്. അല്ലേ വന്നു, ഇപ്പുറത്ത് വന്നു. അപ്പോൾ മറുവശം എടുത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ കിട്ടണം. ഓപ്പോസിറ്റ് ശ്രദ്ധിക്കണം. ഓപ്പോസിറ്റ് ഒരേ സൈഡിലല്ല വയ്ക്കേണ്ടത്, ഓപ്പോസിറ്റ് സൈഡ്. എന്നാലേ അത് വലിക്കുമ്പോൾ നടുക്ക് കയറി വരത്തുള്ളൂ. ശ്രദ്ധിച്ച് നോക്കുക. ഓപ്പോസിറ്റ് സൈഡ്. യെസ്, ഇങ്ങനെ പിടിച്ചിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ ആദ്യം കയറ്റിയതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ കയറ്റണം. അപ്പോൾ 2 സൈഡിൽ നിന്നും വലിക്കാനുള്ള ലെവർ കിട്ടും. താക്കണ്ട, ഇങ്ങനെ ഇങ്ങനെ വലിക്കുക. വലിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഒരു പൂവിൻ്റെ നടുക്ക് എന്നതുപോലെ ആവും. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ളതും 2 പച്ച പിന്നെയും ഇതേപോലെ ഇനി 2 പച്ച ഇങ്ങനെ മാറി മുകളിലോട്ട് പോകുമ്പോൾ ഒരു ബ്രേസ്ലെറ്റിന്റെ രൂപം കിട്ടും. അങ്ങനെ 1, 2 2, 3 അങ്ങനെ നീണ്ടുകൊണ്ടേയിരിക്കും. ഈ പ്രോസസ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമുക്ക് ഫുൾ ബ്രേസ്ലെറ്റ് കിട്ടും. ഇനി നിങ്ങളെ ഇത്രയും കാണിച്ച് പുറടിക്കുന്നില്ല. ഒരു മാജിക് ട്രിക്ക്, എഡിറ്റിങ്ങിന്റെ മാജിക് ട്രിക്കിലൂടെ നമ്മൾ അടുത്ത് കൈവരിക്കുമ്പോൾ ഫുൾ ബ്രേസ്ലെറ്റും കിട്ടും. ശിവായ, കണ്ടില്ലേ? വിത്തിൻ മിനിറ്റ്സ് കൊണ്ട് ഒരു പുതിയ ബ്രേസ്ലെറ്റ് വന്നിരിക്കും. മിനിറ്റ്സ് ഒന്നും നല്ല 2 മണിക്കൂറായി ഇത് കോർത്തെടുക്കാനായിട്ട്. അവസാനം ഒരു റിങ് വിട്ട് ഈ ഒരു ബ്രേസ്ലെറ്റിനെ കംപ്ലീറ്റ് ചെയ്യുന്നു. ഈ ബ്രേസ്ലെറ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ വാട്സപ്പ് ബിസിനസ് സ്റ്റോറിൽ ഇത് അവൈലബിൾ ആയിരിക്കും. ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി, നിങ്ങളുടെ ഡോർ സ്റ്റെപ്പിലോട്ട് എത്തിക്കും. അപ്പോൾ ശരി, വീണ്ടും കാണാം.